ഹായ് ഓൾ അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്താ അറിയോ, ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണെന്ന് പറഞ്ഞാൽ ഒരു കട്ട്ലേറ്റ്. സാധാരണ നമ്മളെ കട്ട്ലേറ്റ് അല്ല, പാകിസ്ഥാനി കട്ട്ലേറ്റ്. ഈ പാകിസ്ഥാനി കട്ട്ലേറ്റ് എന്തെന്ന് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവില്ല, എന്ത് പോയി പാകിസ്ഥാനി കട്ട്ലേറ്റ് എന്ന്. അതെന്തില്ല, ഞാൻ കാണിക്കാം. നിങ്ങൾ നേരെ നോക്കാം റെസിപ്പി. കുറച്ച് വെജിറ്റബിളെല്ലാം വേണോ, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലില്ല മഹത് വന്നിട്ട് എന്തോ പണിയെടുത്തപ്പോൾ ഇനി ഞാൻ മെല്ലെ പോയിട്ട് ഓനൊന്ന് കൈയോടെ പിടിച്ചോണ്ട് വന്നിട്ടറിഞ്ഞാൽ എന്ത് പണിയെടുക്കുമ്പോൾ ഇടയിൽ വരും ഇപ്പോൾ. അപ്പോൾ അതാ ചിക്കൻ്റെ 3 പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും ഒരു ഇത്തിരി കുരുമുളക് പൊടിയും ഇട്ടിട്ടില്ലേ, ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ടില്ല, നല്ല പാങ്ങൽ തിളക്കാൻ വെക്കണം. ആ ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചത്. അപ്പോൾ ഇന്ന് പിള്ളമാർക്കില്ലേ അപ്പം വേണ്ടാന്ന് ഫസ്റ്റിളേ ബുക്കാക്കിന് നല്ല വെറുംചോറും വേളക്കറിയും വേണോ നല്ലതെല്ലാം ഉണ്ടായിന്. ഈ നോമ്പൊക്കിരാകുമ്പോൾ എന്തെല്ലോ ഓർമ്മല്ലേ, ചിക്കൻ കറി വേണ്ട, അപ്പം വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്നുണ്ട്. അങ്ങനെ ഞാൻ വേളയും വെറുംചോറും ചിക്കൻ ഫ്രൈയും ഒക്കെ എന്നിട്ടെല്ലാം പ്ലാൻ ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇനൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 2 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 ചെറിയ പൊട്ടാറ്റോ, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇതെല്ലാം ഒന്ന് നമുക്ക് കട്ടാക്കിയിട്ട് കൊണ്ടുവരാം. ഒരു ഇത്തിരി മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ആവശ്യത്തിന് കൂട്ടാ കുറയ്ക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഒരു പാൻ എടുത്തിട്ടില്ലേ വെച്ചിന് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു ഇത്തിരി കറച്ചപ്പൊട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ വെജീസ് ഞാൻ കട്ടാക്കിയിട്ട് കൊണ്ടുവന്നിന്. പിന്നെ വേവിച്ച ചിക്കനില്ലേ അതിനെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ചിക്കൻ എടുത്ത പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് മാറ്റി വെക്കാം. പിന്നെ അപ്പുറത്തെ കുക്കറിലില്ല പൊട്ടാറ്റോ ഞാൻ വേഗം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പ് ഇട്ടിട്ട് അതിന് ശേഷം നീരുള്ളി ഇട്ട് കൊടുക്കുക. നീരുള്ളി നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലാക്കുന്നെങ്കിൽ കൂടുതൽ തന്നെ ചെയ്യാം. ഇപ്പോൾ കുറച്ചാക്കാം, നമ്മൾ പൊരിക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഒരു ഇത്തിരി ഉപ്പിട്ടിന്. ഇപ്പോൾ ഓർഡറിനൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഒരു കുറച്ച് ദിവസം ഇങ്ങനെ നമ്മൾ കുറച്ച് ഫ്രീയിൽ ഓർഡറൊന്നും ഇല്ലാതപ്പോൾ നല്ല വാങ്ങുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അതാ ഈ പുറത്തലത്തെ പണി നടക്കാതെ നമുക്ക് ഇനി ഓർഡർ എടുക്കുന്ന ഒരു നേരാവില്ല, അതുകൊണ്ട് ഞാൻ എല്ലാ ഓർഡറിനും ക്യാൻസലാക്കിയതെന്ന് പറഞ്ഞാൽ. അങ്ങനെ അതാ നീരുള്ളി ഉപ്പിട്ടിട്ട് ആയതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിന്. ഇനി എല്ലാ വെജീസും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ടില്ല ഒന്ന് ജസ്റ്റ് മുടിയൊക്കെ ഒരു ഇത്തിരി വാടിട്ട് ഇതെല്ലാം. അപ്പോൾ നമുക്കിത് ഈ കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്നല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പച്ചക്കറിയെല്ലാം കുറേ ഇട്ടിട്ട് പാങ്ങുണ്ടാവുമെന്ന്. ഒരു സംശയം വേണ്ട, നല്ല ടേസ്റ്റാണ് പറഞ്ഞാൽ, നല്ല ടേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കില്ലേ ഈ ചിക്കൻ്റെ സ്റ്റോക്ക് മാറ്റി വെക്കണോ. നമ്മളിപ്പോൾ കുരുമുളക് ഉപ്പിട്ടിട്ട് വേവിച്ച ചിക്കനില്ലേ അതിൻ്റെ സ്റ്റോക്കാണ്, അത് നമുക്ക് ആവശ്യമുണ്ട് ലാസ്റ്റ് ആകുമ്പോൾക്ക്. ഓക്കെ, അപ്പോൾ അതാ ക്യാരറ്റ്, ക്യാപ്സിക്കം, നീരുള്ളി, കറിച്ചപ്പ് എല്ലാം ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് അതിന് ശേഷം നമുക്കിതൊന്ന് മുടി വെച്ചിട്ട് വേവിക്കാം. നല്ല പാങ്ങലെ മൂടി വെച്ചിട്ട് അവിടെ ഒരു 5 മിനിറ്റ് അത് വേറിട്ട് നല്ല പാങ്ങലെ. ആ ടൈമിൽ ഞാനിതാ പൊട്ടോട്ടോ കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. അതിന് ചെറിയ 2 പൊട്ടോട്ടാണ് എടുത്തിന്. ഇത് ഞാൻ ഫുൾ തന്നെ എടുക്കുന്നില്ല, ഇപ്പോൾ പകുതിയാണ് എടുക്കുന്നത്. പൊട്ടോട്ടോ തൊലി എടുത്തിട്ട് നമുക്ക് സ്മാഷ് ആക്കിയിട്ട് നല്ല ഒടിച്ചിട്ട് കൊണ്ടുവരാം. ഓക്കെ, എന്നിട്ട് ഇതാ 3/4 ബന്ത് മസാലക്കില്ലേ ഒരു 2-2.5 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിന്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതാണ് പേസ്റ്റ്, നമ്മൾ ഡെയിലി പൊരലെല്ലാം ആക്കിയിട്ട് വെക്കുന്ന ആ ഒരു പേസ്റ്റ്. ഓക്കെ, ഇതിലേക്ക് ഞാനൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 സ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരിത്തിരി മുളക് പൊടി, ഒരിത്തിരി മല്ലിപ്പൊടി, ഇത്ര ഇട്ടിട്ടില്ലേ നല്ല പാങ്ങലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ ചട്ടി നല്ല പുക വരുന്നുണ്ട്. അതെന്തിനാ പറയുക, ഞാൻ ചിക്കൻ ഒന്ന് മസാല പുരട്ടിയിട്ട് എടുത്തിൻ്റെ ടൈമിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ പുകയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ചിക്കനും ഇട്ട് കൊടുക്കാം. ചിക്കൻ വെന്തതല്ലേ, അപ്പോൾ ആ മസാല എല്ലാം ഒന്ന് വെന്തതിന് ശേഷം ചിക്കൻ ഇടാലിട്ട് ലാസ്റ്റ് ഇട്ടതാണ്. ഇനി അതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഈ മല്ലിച്ചപ്പം അല്ലെങ്കിൽ എന്താ മസാലക്കല്ലിൽ കുറച്ച് കൂടുതൽ തന്നെ ഇട്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി എന്താ പറയുക, നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ലാസ്റ്റായിട്ട് ക്രീമെന്ന് വിചാരിക്കുമോ നിങ്ങൾ എന്തിപ്പാ എന്നിട്ടല്ലേ. അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ മൈദൻ്റെ ആ ഒരു ക്രീം ആക്കുന്നില്ലേ, ഈ മക്രോണിക്കെല്ലാം ഉണ്ടാക്കുന്ന ആ വൈറ്റ് സോസ് അത് ഇതിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഒരു 2-3 സ്പൂൺ മൈദ മസാലക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ടായിട്ട് നല്ല പാങ്ങലൊന്ന് വറുത്ത് കൊടുക്കണം. ഈ ടൈമിലില്ലേ നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്കില്ലേ എടുത്ത് വെച്ച ചിക്കൻ സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് ഉണ്ടാവും ആ ബൗളിൽ. അത് ഫുള്ളിനെ കൂട്ടി കൊടുക്കുക. ഇത് കൂട്ടിയെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ്, ഒരു വെറൈറ്റി എന്നാന്ന് പറഞ്ഞാൽ ഇത് കൂട്ടുമ്പോൾക്ക്. നമ്മളിപ്പോൾ മൈദ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കൂട്ടിയതാണ് ആ സ്റ്റോക്ക്. ഓക്കെ, അത് കൂട്ടിയിട്ട് ബാക്കിയുള്ള മല്ലിച്ചപ്പ് പൊട്ടിച്ചായിട്ട് ഞാനിതൊന്ന് പൊട്ടാറ്റോ ഇടാണ്ട് അതിന് മുമ്പ് ഇവിടെ
ഓയിൽ ഒഴിച്ചിട്ട് പുകഞ്ഞോണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഫ്രൈനെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നവ. അപ്പോൾ ഇല്ലേ, നിങ്ങൾ കുറേ ഡൗട്ടും കാര്യങ്ങളെല്ലാം ചോദിച്ചിന് എല്ലാ കമൻറ്റ് ഞാൻ കാണുന്നുണ്ട്. ഞാനിത് ഈ റെസിപ്പി ആയിട്ട് തന്നെയല്ലേ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വേറെ എന്ത് പറയാൻ ടൈമില്ല, ഈ ചെറിയ വീഡിയോ അല്ലേ. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ ചോദിച്ച ഡൗട്ടും കാര്യങ്ങളെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാം. മാഷാല്ലാ കുറേ ആളെന്നോട് ചോദിച്ചിന് ഉമ്മാക്ക് സുഖമായിന, ഉമ്മാക്ക് സുഖമുണ്ട്, ഉമ്മ എന്താക്കുന്നതെല്ലാം. അപ്പോൾ അൽഹംദുലില്ലാ സുഖമെന്ന് പറയാനില്ല, ഞാൻ കുറച്ച് കൂടുതലായിന്, അതിനായിട്ട് കുറച്ചാവും. എന്നാലും ഉമ്മാൻ്റെ എന്തൊരു ഇതിപ്പോൾ ഇതില്ല, ഒരു ഉഷാറേ ഇല്ല അറിഞ്ഞാൽ ബേജാറ് പറയാൻ കഴിയാത്തൊരു ബേജാറ്, ഒരു നോട്ടവും ഒരു വിധവും എന്നല്ല നമുക്ക് കാണും പറയുന്നില്ലേ, ഒരു തീരെ ഉഷാറില്ലാത്ത പോലെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ നിങ്ങളെല്ലാവരും ഉമ്മക്കും വേണ്ടി ദുആ ചെയ്യണം. എല്ലാവരും ദുആ ചെയ്യണോ എന്നെല്ലാം പറഞ്ഞിനായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി നമ്മളും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാം ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ അപ്പോൾ മല്ലിച്ചപ്പും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടായതിന് ശേഷം ഇല്ലേ, ഇതിൽ ഞാനൊരു ഇത്തിരി മസാല ഇല്ലേ മാറ്റി വെക്കുന്നുണ്ട്. എന്തിനറിയോ, നമ്മൾ ഇന്നലെ സമൂസൻ്റെ ഷീറ്റാക്കിയിട്ടില്ലേ, സമൂസൻ്റെ ഷീറ്റിലേക്കുള്ള മസാലയിൽ തന്നെ ഒരു ഇത്തിരി ഞാൻ മാറ്റി വെക്കുന്നത്. അപ്പോൾ കുറച്ച് മതി, ഞാൻ കുറച്ച് അത്ര തന്നെ ഷീറ്റ് ബാക്കിയുണ്ടതിന് 4-5 എണ്ണം എന്തോ. അപ്പോൾ അതിലേക്കൊക്കെ മസാല ഞാൻ ഇതിൽ മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം ഇല്ലേ ബ്രെഡ് പൊടിച്ചിട്ട് ഇടാനുണ്ട് അതിലേക്ക്. അപ്പോൾ സമൂസൻ്റെ ഷീറ്റിലേക്ക് മസാലയ്ക്ക് ബ്രെഡ് പൊടി വേണ്ട. ഓക്കെ, ഞാൻ പൊട്ടാറ്റോ എടുത്തിട്ട് നല്ല പാങ്ങല ഒടിച്ചിട്ട് കൊണ്ടുവന്നിന്. ഇനി ഈ ചിക്കനിലേക്ക് മിക്സാക്കിയിട്ടതിന് ശേഷം ഇല്ലേ ഒരിത്തിരി മതി, പൊട്ടാറ്റോ കുറച്ച് മതി, അതിലിട്ടിന് നിറഞ്ഞാൽ മതി, മുന്നിട്ട് നിൽക്കണ്ട. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഉണ്ടാക്കിയിട്ട്. പിള്ളമാർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫുള്ളൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരിത്തിരി ഞാൻ മാറ്റിയേക്കുന്നതെന്ന്, എന്തിന് നമ്മളെ സമൂസക്കും വേണ്ടിയിട്ട് ഒരിത്തിരി, ഒരു 4-5 സമൂസ അത്ര തന്നെ എന്തോ ഉണ്ടാക്കുന്നത് ഞാൻ. അപ്പോൾ അത്രയും മതി. അപ്പോൾ ആ ടൈമിൽ നമുക്കില്ലേ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ഓയിലെല്ലാം വെച്ചിട്ട്, വലിയ പാനൊന്നും ഞാൻ വെക്കുന്നില്ല, ഓർഡറെല്ലാം ഉണ്ടാകുമ്പോൾ വലിയ വലിയ ചട്ടിയെല്ലാം വെച്ചോണ്ടതിന്. അപ്പോൾ ഇത് ചെറുത് മതി. ഓക്കെ, അപ്പോൾ ഇനി ഞാനൊന്ന് ഷീറ്റില്ലത് എങ്ങനെ മടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നല്ല ഞാൻ കാണിച്ചിന്, നല്ല അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു കോണ ഷേപ്പിൽ മടക്കിയിട്ടില്ലേ ഇതിലേക്ക് ഈ മസാലിനെ ഫില്ലാക്കുക. ഒരു കുറച്ച് മൈദൻ്റെ ഒട്ടിക്കാൻ വേണ്ടി ഞാൻ എടുത്തിന്, ഒന്നുമില്ല വെള്ളവും ഉപ്പും ഇട്ടിട്ട് ഒന്ന് കലക്കി എടുത്തിന്. അന്ന് രീതി വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. ബാക്കിയുള്ള 2-3 സമൂസനെ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ സമൂസ എല്ലാം ചൂടുമ്പോൾ ഇല്ലേ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, ഇതിങ്ങനെ മടക്കിയിട്ട് എണ്ണയിൽ ഇട്ടതിന് ശേഷം ഇല്ലേ ഇട്ടിട്ട് ഒരു ഇത്തിരി ഗോൾഡൻ കളറാകുമ്പോൾ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഗോൾഡൻ കളറ് ആയിട്ടായതിന് ശേഷം ഇല്ലേ എടുക്കാനാകുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ അധികം ആൾക്ക് ഡൗട്ടുണ്ട്, ഈ സമൂസയില്ലേ ക്രിസ്പി ആകുന്നില്ലല്ലോ, നമ്മളത് ചുട്ടിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് സോഫ്റ്റ് ആകുന്നത് എന്തേന്നല്ലോ. അത് സംഭവം ഇതാണ്, നമ്മൾ ഈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കോരിയിട്ട് എടുക്കുമ്പോൾ അങ്ങനെ സോഫ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാവേ, നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയിട്ട് കുറേ നേരം അടുപ്പത്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ചെറുതാക്കിയിട്ടില്ലേ ഗോൾഡൻ കളറാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ടും മറിച്ചിട്ട് എടുക്കുക. ആ എടുക്കുന്ന ടൈമിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി സമൂസ ആയിട്ട് വരുന്നത്. രാത്രി 9 മണി വരെ ഉണ്ടെങ്കിലും ക്രിസ്പി തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ബ്രെഡ് പൊടിച്ചിട്ട് കൊടുത്തിന്, ഒരു 5-6 പീസ് ബ്രെഡ്. അതിൻ്റെ ഇടയിൽ മഹദ ഒരു ഗ്ലാസ്സെല്ലാം പൊട്ടിച്ചിട്ടില്ല, ഞാൻ പൊട്ടിച്ചതാ. എപ്പോൾ ആരും നല്ല കേൾക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ ഗ്ലാസ്സും തീർന്ന് പൊട്ടിച്ചിട്ട്. ഒന്നല്ല ഞാൻ പൊട്ടിക്കും, അല്ലെങ്കിൽ ഓന് പൊട്ടിക്കും, അല്ലെങ്കിൽ വേറെ ആരും പൊട്ടിക്കും. എന്തായാലും ക്ലാസ്സെല്ലാം പൊട്ടിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ചിക്കൻ ഫ്രൈ റെഡി ആകുന്നുണ്ട്. സമൂസൻ്റെ ഫ്ലെയിം ഞാൻ കുറച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഗോൾഡൻ കളറാകുമ്പോൾ വിലോട്ടൊന്ന് കൂട്ടി കൊടുത്തിന്. ആ ടൈമിൽ നമുക്ക് ചിക്കൻ ഫ്രൈനെ ഒന്ന് മാറ്റിയേക്കാം. എന്നിട്ട് ഈ സമൂസനെ കോരി എടുത്തിട്ടായതിന് ശേഷം ഇല്ലേ ബാക്കിയുള്ള കട്ട്ലൈറ്റിനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഷേപ്പാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നതില്ലേ, ഞാനിപ്പോൾ എടുക്കുന്ന കോൺഫ്ലെക്സാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ. നിങ്ങൾക്കിപ്പോൾ നിങ്ങളെടുത്ത് ഈ കോൺഫ്ലെക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ മിക്സറില്ലേ, ഞമ്മോ സേമിക വേണ്ട, സേമിക ഒരു ഉറപ്പ് പോലെയാണ്. ഞമ്മോ ആ ചെറിയ മിക്സറില്ലേ കിളിക്കൂടിനെല്ലാം യൂസ് ആക്കുന്നത്, അത് ബേക്കറിയിലെല്ലാം കിട്ടുന്നത്. ആ മിക്സർ നിങ്ങൾ ഒരു 1/4 കിലോ കൊടുത്തിട്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് പിള്ളമാർക്ക് ഒരു 4-5 വട്ടം ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് അധികം ആൾക്കാർക്കും കിട്ടലാന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ പുരയിലുണ്ടെങ്കിൽ ഇതന്നെ എടുത്തോ, അല്ലെങ്കിൽ മിക്സറില്ലേ കിളിക്കൂടെ മിക്സർ അതിൽ ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പിള്ളമാർക്കെല്ലാം കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ കോട്ടിങ് എല്ലാം മറ്റേ കട്ട്ലേറ്റ് പോലെ തന്നെ മുട്ടക്ക് മുക്കിയതിന് ശേഷം നമ്മളെ കോൺഫ്ലെക്സിലേക്ക് മുക്കാം. കോൺഫ്ലെക്സ് ഇല്ലെങ്കിൽ കിളിക്കൂടെ മിക്സർ എടുക്കുക.
ടേസ്റ്റ് കുറച്ച് അപ്രീപ്രാവുന്നല്ലാണ്ട് നല്ലുണ്ട്. മസാല എല്ലാം സെയിം ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ സംഭവം എന്തെന്ന്. അപ്പോൾ നല്ല അടിപൊളി കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ആക്കാവേ എങ്ങനെയുണ്ട് ഉണ്ടാക്കിനാ ടേസ്റ്റ് ഉണ്ടാകുന്നല്ലോ. കുറേ ആൾ കുറേ കമൻറ്റിൽ കുറേ ചോദിച്ചിട്ട് അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിലില്ലേ ഞാൻ ഈ റമദാൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾക്കുള്ള റിപ്ലൈ എല്ലാം ഞാൻ തരാവേ. ഓക്കെ, കുറേ ആൾക്ക് കുറേ ഡൗട്ടുണ്ട്. ഓർഡർ എടുക്കുന്നെങ്കിൽ എപ്പോൾ പണിയാകുന്നത്, എത്ര മണിക്ക് എണിക്കുന്നത്, എത്ര മണിക്ക് ഉറങ്ങുന്നത്, അത്താഴത്തിന് എണിച്ചിട്ട് ഉറങ്ങലില്ലേ, എത്ര മണിക്ക് ഉച്ചക്ക് ഉറങ്ങൽ, എന്തെല്ലോ ചോദിക്കുന്നു ഒരാൾ എല്ലാവരും കമൻറ്റ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള റിപ്ലൈ എല്ലാം ഇല്ലേ നമുക്ക് ഇതിൽ തന്നെങ്കിൽ ശരിയാവില്ല. ഞാൻ നേരെ തന്നെ എല്ലാ കമൻറ്റിനും റിപ്ലൈ ആക്കാം. ഓക്കെ, പെട്ടെന്ന് റംസാനിൽ പണിയെല്ലാമായിട്ട് കിച്ചണിൽ എങ്ങനെ ആയിരിക്കും പോവാം, കുറേ ടൈം എങ്ങനെ ഓതാം, എങ്ങനെ നിസ്കരിക്കുക, അങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നാളത്തെ വീഡിയോയിൽ. അപ്പോൾ അതാ കട്ട്ലേറ്റ് ഞാൻ മൂന്നാക്കിയിട്ട് ഇടുന്നുണ്ട്. കുറച്ച് ചെറിയ ചട്ടിയല്ല വെച്ചിട്ടുണ്ട്, അപ്പോൾ കുറച്ച് എണ്ണയുള്ള, അപ്പോൾ കുറേ ഒന്നിച്ചിട്ടിടാൻ കഴിയല്ല. അപ്പോൾ ഇങ്ങനെ മൂന്ന് പീസാക്കിയിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇതില്ലേ ഇട്ടിട്ട് പാട് കഴിക്കുന്നെങ്കിൽ നല്ല ക്രിസ്പിയോടെ നല്ല ഉണ്ടാകുന്നു. ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ട് കുറച്ച് ടൈം വാങ്ങി കൊടുക്കാനെല്ലാം വെയിറ്റ് ആക്കുക. ഇതിന് ഒരു 4-5 മണി ആ ടൈമിനാന്ന് തോന്നുന്നു ഞാൻ എണ്ണക്കിട്ടത്. അപ്പോൾ കുറച്ച് സോഫ്റ്റും ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് അൽഹംദുലില്ലാ അങ്ങനെ 3ാമത്തെ നോമ്പും തുറന്നല്ലേ. അപ്പോൾ മക്കളും ഞാനും എല്ലാം കൂടിയിട്ട് മഹതെല്ലാം കൂടിയിട്ട് നോമ്പ് തുറക്കാൻ ഇരുന്നിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ആക്കുന്നേണ്ട്. അപ്പോൾ ദ്വാരുന്നോണ്ടും ഓതിക്കൊണ്ടും ഇങ്ങനെ ഈ മഗ്‌രിബിൻ്റെ ഈ ഒരു ടൈമിനില്ല നമ്മൾ ചോദിച്ചതെല്ലാം കിട്ടുമെന്നല്ലേ പറയുന്നല്ലേ. അപ്പോൾ നമുക്കുള്ള വേണ്ടതെല്ലാം പഠിച്ചവനോട് ചോദിക്കാം. ഓക്കെ, എന്ത് നമ്മൾ ചോദിക്കുന്നത്, നമുക്ക് ആയുസ്സും ആഫിയത്തും ആരോഗ്യവും നമ്മൾ മാപ്പിളമാരെ ജോലിയുള്ള വർക്കത്തും സ്വലിയായ മക്കളും എല്ലാം ചോദിക്കാം. നമുക്ക് ഈ മഗ്‌രിബിൻ്റെ നേരത്തെ ഇരുത്തിയിട്ടല്ല മക്കളും എല്ലാവരും ഇരുത്തിയിട്ട് നല്ല ബാങ്ങളത് ചെയ്യാം. അപ്പോൾ നിങ്ങളത് ദുആയിൽ നമ്മളെ ഉൾപ്പെടുത്തണം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.